തമിഴ്നാട് കമ്പത്ത് മലയാളിയായ തൊഴിലാളിയെ ചുറ്റികയ്ക്കടിച്ച് കൊലപ്പെടുത്തി എന്ന വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. തൃശൂർ സ്വദേശി മുഹമ്മദ് റാഫിയാണ് കൊല്ലപ്പെട്ടത്. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുന്നുണ്ട്. റഹീസ്, അരുംകൊലയാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഇതിന്റെ കാരണം? ആരാണ് ഇതിന് പിന്നിൽ? പോലീസിൽ നിന്ന് ലഭ്യമാവുന്ന കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് റഹീസ്? കമ്പത്തെ ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ച്, ഒരു ലോഡ്ജിൽ വെച്ചിട്ടാണ് ഇത്തരത്തിലൊരു കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. മദ്യപാനത്തിനിടയിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിന്റെ കാരണമെന്നാണ് പ്രാഥമികമായി മനസ്സിലാകുന്നത്. ഈ തൃശൂർ സ്വദേശിയായിട്ടുള്ള 44-കാരൻ മുഹമ്മദ് റാഫിയാണ് കൊല്ലപ്പെട്ടത്. പ്രതിയായ ഗൂഡല്ലൂർ സ്വദേശി ഉദയകുമാർ, ഇയാൾക്ക് 39 വയസ്സുണ്ട്. ഇയാളെ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം ഈ കമ്പത്തെ ഒരു സ്വകാര്യ ഒരു ലോഡ്ജിലാണ് ഇവർ ജോലി ചെയ്തു വരുന്നത്. അപ്പോൾ അവിടെ ഈ ഗ്രില്ലിങ്ങിന്റെയും മറ്റും ഗ്രില്ല് സ്ഥാപിക്കുന്നതിന്റെ ഒക്കെയും ജോലിയാണ് ചെയ്തു വരുന്നത്. അപ്പോൾ അതിനുശേഷം ഇവർ റൂമിലേക്ക് എത്തുന്നു. ഈ രണ്ടുപേരും സുഹൃത്തുക്കളാണ്, മുൻപും പലപ്പോഴും ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായി റൂമിലേക്ക് എത്തുന്നു, ഒരുമിച്ച് താമസിക്കുന്നവരാണ്. അങ്ങനെ തൊട്ടടുത്ത റൂമിലിരുന്ന് ഉദയകുമാർ മദ്യപിക്കുന്നുണ്ടായിരുന്നു. അവിടേക്ക് റാഫി എത്തി. ഇവർ തമ്മിൽ പിന്നീട് സംസാരം ഉണ്ടാകുന്നു. ആ സംസാരം അതൊരു വാക്കുതർക്കത്തിലേക്കും പിന്നീട് കയ്യാങ്കളിയിലേക്കും ഒക്കെ നീങ്ങുന്നു. അപ്പോഴാണ് ഉദയകുമാർ കയ്യിലുണ്ടായിരുന്ന ചുറ്റിക എടുത്ത് റാഫിയുടെ തലയ്ക്കടിക്കുന്നത്. ഏതാണ്ട് ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ റാഫി മരിച്ചു. പെട്ടെന്ന് ലോഡ്ജ് ഉടമയും മറ്റുള്ള ആളുകളും ഒക്കെ എത്തിയിട്ടാണ് പോലീസിൽ വിവരം അറിയിക്കുന്നു. അങ്ങനെ പോലീസ് എത്തി ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ഇയാൾ മരിച്ചിരുന്നു. ശേഷം ഉദയകുമാറിനെ കസ്റ്റഡിയിൽ എടുത്തു. എന്തായാലും മദ്യപാനത്തിനിടെ ഉണ്ടായ ഒരു തർക്കമെന്നാണ് പറയുന്നത്. പിന്നിൽ സാമ്പത്തിക ബാധ്യതകൾ ഉൾപ്പെടെയുള്ള ഇടപാടുകൾ ഒക്കെയും ഉണ്ടോ എന്ന് അന്വേഷിച്ചു വരുന്നു. ടി.കെ. ശരി, തൃശൂർ സ്വദേശി മുഹമ്മദ് റാഫിയാണ് അതിക്രൂരമായി കൊല്ലപ്പെട്ടിരിക്കുന്നത്. തമിഴ്നാട് കമ്പത്ത് മലയാളിയായ തൊഴിലാളിയെ ചുറ്റികയ്ക്കടിച്ച് കൊലപ്പെടുത്തി. മുഹമ്മദ് റഹീസ് അതിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.